ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളെ മിക്കവാറും എനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. കിഡിലൻ ടേസ്റ്റിൽ നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മീൻ കറിയാണിന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ നമ്മുടെ മീൻ നെയ്മീൻ ചൂരയാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കണ്ടല്ലോ, കഴുകി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചേക്കുവാണ്. മീൻ കഴുകുമ്പോൾ അതിൻ്റെ ആ ചോരയുടെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അത് മൊത്തം കഴുകി കളയുന്ന രീതിയിൽ വേണം നമ്മൾ മീൻ വൃത്തിയാക്കി എടുക്കാൻ. അപ്പം അങ്ങനെ പോയാലേ മീനൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മീൻ കറി ഇന്ന് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അതായത് ഇന്ന് ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് ജസ്റ്റ് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുക, കറി വെക്കുക, അത്രേ ഉള്ളൂ. നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഇതുപോലെ ചൂരയോ നെയ്മീനോ ഏത് മീൻ നിങ്ങൾക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നുന്ന ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പം ആദ്യം നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പം ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ സാധാരണ നമ്മുടെ മീൻ അരപ്പതൊക്കെ ചേർക്കുന്ന ചെറിയ ഉള്ളി. പിന്നെ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരുപാട് മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1-2 തക്കാളിയൊക്കെ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി. 2 തക്കാളിയൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് പുളിയാണ്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ച്. എന്നാലും ഞാനൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1.5. പിന്നെ ബാക്കി കാശ്മീരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി, നല്ലൊരു കളർ ഉണ്ടാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഒരല്പം ഉലുവാപ്പൊടിയാണ്. ഇതൊരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ ഇന്നത്തെ മീൻ കറിയുടെ അരപ്പ് തയ്യാറാക്കാൻ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതിങ്ങനെ നികന്ന് നിൽക്കുന്ന വെള്ളം ഒഴിക്കരുത് കേട്ടോ. അരയാൻ പാടായിരിക്കും. അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മളിത് അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല മഷി പോലെ നമുക്ക് അരഞ്ഞു കിട്ടണം. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരണം. എണ്ണ ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കേണ്ട, അരപ്പ് മാത്രം നന്നായിട്ട് അങ്ങോട്ട്, വെള്ളമൊന്നും പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അരപ്പ് മൊത്തത്തിൽ അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവമാണ് കേട്ടോ. ആ ഒരു സമയത്ത് ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റുക. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ കടുക് വറുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് അരപ്പിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ അധികം സാധനങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർക്കണമെന്നില്ല, അതൊക്കെ സാധാരണ എല്ലാ കറിയിലും നമ്മൾ ചേർക്കുന്നില്ലേ. ഇതൊരു സ്പെഷ്യൽ കറി, വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി. നമ്മളിതേ അരപ്പ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കുറച്ച് സമയം എണ്ണ തെളിഞ്ഞ് തന്നുണ്ടോ. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് ഇത്ര തന്നെ വേണമെന്നില്ല. അതിനും ഇതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പച്ചമണം മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്
ഗ്രേവി ആയിട്ട് നമുക്ക് കഴിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മളൊന്ന് വറ്റിച്ച ഒരു കറിയായിട്ട്, അതായത് ഒരുപാട് അങ്ങ് വറ്റിക്കണ്ട, എന്നാലും ഒരു തിക്ക് പരുവത്തിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ്, കിടിലൻ ടേസ്റ്റ്. തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റി. ഇനി ഇന്ന് തിളക്കട്ടെ. നമ്മളിതിന് ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കീറി ഇട്ടിട്ടുള്ളതാണ്, നടുകെ ഒന്ന് കീറിയതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം. തിള വന്നിട്ട് മാത്രമേ മീനിട്ട് കൊടുക്കാവൂ കേട്ടോ. നമുക്ക് ഏത് മീനും ചെയ്യാം ഈ ഒരു രീതിയിൽ, എളുപ്പമല്ലേ, പെട്ടെന്ന് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല രുചിയാണ്. നമുക്ക് എനിക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇതെല്ലാം ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഞാനായിട്ടിപ്പോൾ ഒന്നും പറയുന്നില്ല, നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ നെയ്മീൻ ചൂരയുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെക്കുന്നതിന് മുമ്പേ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് മൂടി വെക്കാം. അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ലോയിലോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കറി നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്, നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ചാറ് കണ്ടോ, നല്ല കുറുകി നല്ല അടിപൊളി ചാറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു സാധനവും അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടില്ല, ആ അരപ്പ് തന്നെ അതിനകത്ത് അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്, വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ്. അത് പിറ്റേന്ന് എടുക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ എടുക്കുവാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ചീനിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ടൊരു കിടിലൻ കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. അപ്പം മീൻകറി വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.